ഹലോ, സെൽഫ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നോക്കിയ 101 ഇതിൻ്റെ സിം കാർഡ് എടുക്കാത്ത പ്രോബ്ലം എങ്ങനെ സോൾവ് ആക്കാമെന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ആദ്യം എങ്ങോട്ടാണ് എന്ന് പറയാം. അത് കഴിഞ്ഞേച്ച് ഇതിലേതാണ് ബ്രേക്ക് ആയത് എന്ന് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള കാര്യത്തെപ്പറ്റി പറയാം. ഇതിൽ 6 പോയിൻറ്റുകളാണുള്ളത്. അതിൽ ഈ പോയിൻ്റ് ഇത് നെഗറ്റീവാണ്, ഇത് നോ കണക്ഷനാണ്. ഈ കണക്ഷൻ കയറുന്നത് നേരെ ഈ ഭാഗത്തേക്കാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം മുകളിൽ 3 കമ്പോണൻ്റ് ഇരിപ്പുണ്ടാവും. ആദ്യം ഒരു ബ്രൗൺ നിറത്തിലുള്ള കമ്പോണൻ്റ്, 2 ബ്ലാക്ക് നിറത്തിലുള്ള റെസിസ്റ്ററുകൾ, പിന്നെ ഇച്ചിരി മാറിയായിരിക്കും ഒരു റെസിസ്റ്റർ ഇരിക്കുന്നത്, പിന്നെ ഇച്ചിരി മാറിയായിരിക്കും ഇരിക്കുന്നത് ഒരു റെസിസ്റ്റർ. അങ്ങനെ മൊത്തം ടോട്ടൽ ഇവിടെ ഒരു 5 കമ്പോണൻ്റാണ് ഇരിക്കുന്നത്. അതിൽ ഈ കണക്ഷൻ കയറുന്നത് ഈ സൈഡിൽ നിന്ന് രണ്ടാമത്തെ കമ്പോണൻ്റ്. ഇവിടെ ആകെ 3 കമ്പോണൻ്റാണ് ഇരിക്കുന്നത്. അതിൽ ആദ്യം ഒരു ബ്രൗൺ കളറിലുള്ള കമ്പോണൻ്റ്, അത് കഴിഞ്ഞ് 2 ബ്ലാക്ക് കളറിലുള്ള റെസിസ്റ്റൻസ്. ഇത് 3 കമ്പോണൻ്റ് ഇരിക്കുന്നതിൽ സെൻട്രലത്തെ കമ്പോണൻറ്റിൻ്റെ അടിഭാഗത്തേക്കാണ് ആ കണക്ഷൻ കയറുന്നത്. റെസിസ്റ്റൻസ് ആണത്, അങ്ങോട്ടാണ് ആ കണക്ഷൻ കയറുന്നത്. പിന്നെ മുകളിലത്തെ കണക്ഷൻ പറയുകയാണെന്നൊരു ആദ്യത്തെ കണക്ഷൻ കയറുന്നത് ഈ ബ്രൗൺ കമ്പോണൻറ്റിൻ്റെ താഴെ വശത്തേക്കാണ്. എല്ലാ കണക്ഷനും താഴെ വശത്തേക്കാണ്. ഇതിങ്ങനെ കുത്തിച്ചാരി വെച്ചേക്കുന്ന കമ്പോണൻ്റാണ്. ഇതെല്ലാം താഴെ വശത്തേക്കാണ് കയറുന്നത്. അപ്പോൾ ഈ കണക്ഷൻ ബ്രൗൺ കമ്പോണൻറ്റിൻ്റെ താഴെയിലേക്കും, രണ്ടാമത്തെ കണക്ഷൻ ഈ വെച്ചേക്കുന്ന റെസിസ്റ്ററിൻ്റെ അടിയിലത്തെ ലെഗിലേക്കും, മൂന്നാമത്തെ കണക്ഷൻ ഈ ലെഗിലേക്കുമാണ് കയറുന്നത്. ഇത് ഞാൻ നിങ്ങളെ കറക്റ്റായിട്ടൊന്ന് വരച്ച് കാണിക്കാം. വരയ്ക്കാനായിട്ട് സിംട്രയുടെ ഇങ്ങനെ വരയ്ക്കാം. സിംട്ര ഇങ്ങനെയല്ല ഇരിക്കുന്നത്. ഇവിടെ 3 കണക്ഷൻ, താഴെ 3 കണക്ഷൻ. ഇത് ആ സിം ഇടുന്ന ആ സാധനം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് 3 കമ്പോണൻറ്റ്. ഈ ആദ്യം ഇരിക്കുന്ന ഒരു ബ്രൗൺ നിറമുള്ള കമ്പോണൻറ്റ്, 2 റെസിസ്റ്റൻസ്, പിന്നെ ഇവിടെ ഇച്ചിരി മാറി ഒരു റെസിസ്റ്റർ, ഇച്ചിരി മാറി വേറൊരു റെസിസ്റ്റർ. ഇത്രയും കമ്പോണൻ്റാണ്, ഈ 5 കമ്പോണൻ്റാണ്. ഇത് നെഗറ്റീവ്, സെക്കൻഡ് നോ കണക്ഷൻ, തേർഡ് ഇങ്ങോട്ടാണ് കയറുന്നത്, മൂന്നാമത്തെ കണക്ഷൻ ചോട്ടിൽ നിന്നുള്ളത് ഇവിടുന്ന് രണ്ടാമത്തെ കമ്പോണൻറ്റിലേക്കാണ് കയറുന്നത്. പിന്നെ ഈ സൈഡിലെയാണ് പറയാനുള്ളത്. ഇത് ബ്രൗണിൻ്റെ അടിയിലേക്ക്, പിന്നെ രണ്ടാമത്തെ കണക്ഷൻ ഇതുണ്ട് ഇതിൻ്റെ അടിയിലേക്ക്, പിന്നെ 3 ഈ ലാസ്റ്റിലത്തെ റെസിസ്റ്ററിൻ്റെ അടിയിലേക്ക്. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ. അപ്പോൾ ഇതിൽ നിങ്ങൾ മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് പ്രോബ് ഗ്രൗണ്ടിൽ വെച്ചതിന് ശേഷം നിങ്ങൾ ഈ 6 കണക്ഷനായാലും മുട്ടിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് കാണിക്കണം. അനലോഗ് മൾട്ടിമീറ്റർ ആണെന്നൊരിയിൽ ഇങ്ങോട്ട് ഈ പ്രോബ് ഇടുക. അതിന് ശേഷം മൾട്ടിമീറ്ററിൻ്റെ ഒരു പ്രോബ് ഗ്രൗണ്ടിൽ വെക്കുക, മറ്റേ പ്രോബ് കൊണ്ട് ചെക്ക് ചെയ്യുക. ഇങ്ങനെ ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് കാണിക്കണം. ഇത് കണ്ടോ, ഇത് നോ കണക്ഷൻ എത്തി കാണിക്കില്ല, എത്തി കാണിക്കുന്നുണ്ട്, എത്തി കാണിക്കുന്നുണ്ട്, എത്തി കാണിക്കുന്നുണ്ട്, എത്തി കാണിക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒരു പോയിന്റിൽ കാണിക്കുന്നില്ലെങ്കിൽ ആ പോയിൻ്റ് ബ്രേക്ക് ആയതായിരിക്കും. ആ ജമ്പർ കറക്റ്റായിട്ട് എടുത്ത് കൊടുത്താൽ മതി. എല്ലാ ജമ്പറും കൊടുക്കണ്ട, ഏതെങ്കിലും ഒരു ജമ്പർ കൊടുത്താൽ മതി. ഇത് നെഗറ്റീവാണ്, ഇത് നോ കണക്ഷനാണ്. ഇത് ഇത്രയും കണക്ഷൻ ഏതെങ്കിലും ജമ്പർ പോയിട്ടുണ്ടാവും. അത് കറക്റ്റായിട്ട് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കംപ്ലൈൻറ്റ് സോൾവ് ആകുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടുള്ളവർ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.